प्रिय बच्चे, आप कैसे हैं? सभी खुशी है ना? ओके। पिछले कक्षा में हमने हीरा नामक एक कहानी के कुछ अंश പഠേ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീര എന്ന ഒരു കഥയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് ഒരു ഗ്രാമത്തിൽ, മാധുപൂർ എന്ന ഗ്രാമത്തിൽ 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? വിമല, കമല, രാധ, കുസും അല്ലേ? അവർ ഒരു ദിവസം എന്ത് ചെയ്തു? വെള്ളം എടുക്കാൻ വേണ്ടി കിണറിലേക്ക് വന്നു. വെള്ളം നിറച്ച് പോകുന്ന സമയത്ത് അവർ അതും ഇത് പറയുന്ന കൂട്ടത്തിൽ അവരെന്ത് ചെയ്തു? തങ്ങളുടെ മക്കളെ, 4 പേർക്ക് ഓരോ ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർ തങ്ങളുടെ മക്കളെക്കുറിച്ച് വളരെയധികം ബഡായി കർണയിലേക്ക് പ്രശംസിക്കാൻ തുടങ്ങി. ഫസ്റ്റ് നമ്മുടെ വിമല ബോലി. വിമല എന്താ പറഞ്ഞത്? അവളുടെ മകന് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആള് കമല പറഞ്ഞു, എൻ്റെ മകന് നല്ലൊരു സ്ട്രോങ്ങറും ശക്തിശാലിയുമാണെന്ന് പറഞ്ഞു. പഹൽവാനാണെന്ന് പറഞ്ഞു, ഗുസ്തിക്കാരൻ അല്ലേ? മൂന്നാമത്തെ ആൾ എന്താ പറഞ്ഞത്? രാധ പറഞ്ഞു, എൻ്റെ മകന് എന്താണ്? ഹസാരോം ശ്ലോകം, സംസ്കൃതമേ ഹസാരോം ലോകോംകോ ജുബാൻമേ ആത്തേ ഹേ അല്ലേ? അതായത് ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് ചൊല്ലാനുള്ള കഴിവ് അവനുണ്ട്. അവൻ്റെ കണ്ടത്തിൽ സരസ്വതി മാംക വാസ് ഹേ, സരസ്വതി ദേവിയുടെ വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ഉസ് സമയ कुसुम ने अपने बेटे के बारे में कुछ नहीं करती അല്ലേ? അവളൊന്നും പറഞ്ഞില്ല, അവൻ്റെ മകനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഉസ് സമയ ഏക്ക് സഹേലിനെ പൂച്ച, ആ സമയത്തൊരു ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, തും ക്യോം അപ്പനെ ബേട്ടേക്കെ ബാരമേ കുച്ച് നെഹി ബോൽത്തി ഹേ, നീ എന്താണ് നിൻ്റെ മകനെ കുറിച്ച് ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു. അപ്പം എന്താ അവൾ പറയുന്ന മറുപടി? മേം മേരെ ബച്ചോം കെ ബാരമേ മേം ക്യാ കഹാ അല്ലേ? എൻ്റെ കുട്ടിയെക്കുറിച്ച് ഞാൻ എന്ത് പറയും? ഉസ്മേം കോയി ഗാസ് കി ബാത് നെഹി ഹേ, അവനിൽ യാതൊരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവനിലില്ല. ഏക്ക് സീതാ സാദാ ഹേ, അവനൊരു സാധാരണ കുട്ടിയാണ് അവനെന്ന് പറഞ്ഞു അല്ലേ? ബാക്കിയാണ് എടുക്കാനുള്ളത് നമുക്ക് കേട്ടോ. അപ്പോൾ നോക്കൂ, പേജ് നമ്പർ 7. जब वे चारों अपने घड़े सिर पर रखकर घर की ओर लौटने लगी, तभी उन्हें एक मधुर स्वर सुनाई दिया. उसे सुनते ही बिमला बोल पड़ी, मेरा हीरा आ रहा है. उसका पुत्र गीत गाता हुआ उसी रास्ते से निकल गया. उसने अपनी माँ की ओर बिल्कुल भी ध्यान नहीं दिया. जब वे चारों, അതായത് ചാരും അപ്പനെ ഘടേ സിർപ്പർ, ചാരും ഈ 4 പേരും അപ്പനെ ഘടേ തങ്ങളുടെ ഘടേ കുടങ്ങൾ സിർപ്പർ രഘുക്കർ തലയിൽ വെച്ചിട്ട്, സിർ മീൻസ് ഹെഡ്, തലയിൽ രഘുക്കർ വെച്ചിട്ട്, ഗർക്കി ഓർ വീട്ടിലേക്ക് ലൗട്ട്നെ ലഗി മടങ്ങാൻ തുടങ്ങി. തബി അപ്പോഴാണ്, ഉനേം അവർ, ഏക്ക് മധുർ സ്വർ സുനായി ദിയ ഒരു മധുർ സ്വർ നല്ല ഒരു ഈണം അവർ കേട്ടു. ഒരു മധുരകരമായിട്ടുള്ള ഒരു സൗണ്ട്, ഒരു പാട്ട് അവർ കേൾക്കുന്നു. ഉസേ സുൻതേഹി ബിമല ബോൽപടി, ആ സൗണ്ട് കേട്ടപ്പോൾ ബിമല ബോൽപടി, ബിമല പറഞ്ഞു, എന്താ പറഞ്ഞത്? മേര ഹീര ആരഹാഹേ, എൻ്റെ മുത്ത്, എൻ്റെ വജ്രം ആരഹാഹേ വരുന്നുണ്ട്. ഉസ്ക പുത്ര ഗീത് ഗാത്താ ഹുവ, അവളുടെ മകൻ, ആരുടെ? ബിമലയുടെ മകൻ, ഉസി രാസ്തേ സെ നികൽ ഗയ അല്ലേ? ഉസ്ക പുത്ര ഗീത് ഗാത്താ ഹുവ ഉസി രാസ്തേ സെ നികൽ ഗയ, ആ പാട്ട് പാടിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ വഴിയിലൂടെ നടന്നുപോയി. ഉസ്നെ അപ്പനി മാം കി ഓർ, അവനാകട്ടെ അപ്പനി മാം കി ഓർ, തൻ്റെ അമ്മയെ ബിൽക്കുൽ ബി ധ്യാൻ നഹി ദിയ, ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ധ്യാൻ മീൻസ് കെയർ, ധ്യാൻ നഹി ദിയ പറഞ്ഞാൽ ശ്രദ്ധിച്ചത് പോലുമില്ല. അവൻ്റെ അമ്മ തലയിൽ വെള്ളം നിറച്ച കുടവുമായിട്ട് വരുന്നത് കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? ഒന്ന് മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ അവൻ എന്ത് ചെയ്തു? പാടിക്കൊണ്ട് അവനെങ്ങനെ നടന്നുപോയി. थोड़ी देर बाद ही कमला का बेटा भी उधर से आता दिखाई दिया. उसे देखकर वह गुस्स होते हुए बोली, देखो वो मेरा लाडला बेटा आ रहा है. उसकी चाल हाथी जैसी मस्त थी. वह सीना तानकर चला आ रहा था. वह भी अपनी मां की ओर देखे बिना निकल गया. थोड़ी देर बाद ही, ഇനി അവിടെ ഒരു അങ്ങനെ നടന്നു പോവാണ്. ദോഡി ദർബാദ്ഹി, കുറച്ച് അല്പസമയത്തിന് ശേഷം, കമലാക്ക ബേട്ട ബി, കമലയുടെ മകൻ കൂടി, ഉദർസെ ആത്താ ദിഖായി ദിയ അല്ലേ? ആ വഴി വന്നു. ഉസേ ദേക്കർ വ ഗുഷോത്തെ ഹുയെ പോല, അവനെ കണ്ടപ്പോൾ നമ്മുടെ കമല പറഞ്ഞു, ഗുഷോത്തെ ഹുയെ പോല, വളരെ ഹാപ്പിയോടുകൂടി പറഞ്ഞു, ദേക്കോ നോക്കൂ, വ മേര ലാഡ്ല ബേട്ട, ഇതാണ് എൻ്റെ ലാഡ്ല, എൻ്റെ പ്രിയപ്പെട്ട
എൻ്റെ സ്നേഹനിധിയായിട്ടുള്ള ബേട്ട ആ രഹാ ഹെ, മകനാണ് വരുന്നോണ്ടിരിക്കുന്നത്. ഉസ്കി ചാൽ ഹാത്തി ജേസി മസ്തി. ഉസ്കി ചാൽ, അവൻ്റെ ചാൽ, ചാൽ മീൻസ് മൂവ്മെൻറ്റ് അല്ലേ, അവൻ്റെ ആ മൂവ്മെൻറ്റ് ഹാത്തി ജേസി, ഒരു ഹാത്തിയെ പോലെ, മസ്തി ഉന്മത്തനാണ്. അത് ഒരു ആന വരുന്ന പോലെ അത്രയും ഗാംഭീര്യത്തോടു കൂടിയാണ് അവൻ വരുന്നത്. കണ്ടോ എന്താണ്, വ സീന താൻകർ ചല ആ രഹാത്ത, അവൻ സീന താൻകർ, സീന മീൻസ് ചെസ്റ്റ്, അതായത് അവൻ്റെ സീന താൻകർ, അതായത് അവൻ നല്ല ഗാംഭീര്യത്തോട് കൂടിയിട്ടാണ് അവൻ വരുന്നത്. വബി അപ്പനി മാംകി ഓർ ദേക്കെ ബിനാ നിക്കൽ ഗയ, വബി അവനും അപ്പനി മാംകി ഓർ തൻ്റെ അമ്മയെ ദേക്കെ ബിനാ നിക്കൽ ഗയ, നോക്കാതെ അവനും പാസ് ചെയ്തു, അമ്മയെ ശ്രദ്ധിക്കാതെ അവനും പാസ് ചെയ്തു. ഓക്കെ. थोड़ी देर में राधा का बेटा भी संस्कृत में श्लोक बोलता हुआ वहां से गुजरा. थोड़ी देर में അല്പസമയത്തിന് ശേഷം രാധാക്ക ബേട്ട ബി, രാധയുടെ മകനും സംസ്കൃതമേ ശ്ലോക് ബോൾത്താ ഹുവ, സംസ്കൃത ശ്ലോകം ഉരുവിട്ടുകൊണ്ട് വഹാംസെ ഗുസര, അതിലൂടെ കടന്നുപോയി. വബി അപ്പിനി മാംകോ അൻദേക്ക കർത്തെ ഹുയി ആകെ ബഡ് ഗയ, അവനും അപ്പിനി മാംകോ തൻ്റെ അമ്മയെ അൻദേക്ക കർത്തെ ഹുയി മൈൻഡ് ചെയ്യാതെ ആകെ ബഡ് ഗയ. उस प्रकार 3 सहेलियों की पुत्र भी उनके माता को अनदेखा वहाँ से गुजर गया അല്ലേ, തൻ്റെ മാതാവിനെ നോക്കാതെ അവർ പാസ് ചെയ്തു പോയി. चारों सहेलियां कुएं से अभी थोड़ा आगे बढ़ी रही थी कि कुसुम का बेटा भी उधर से घूमता घामता आ गया. वह दिखने में बिल्कुल सीधा साधा लग रहा था. उसे देखकर कुसुम बोली, बहन यही मेरा बेटा है. चारों സഹേലിയ, ആ സുഹൃത്തുക്കള് കുയേംസെ കിണറിൽ നിന്ന്, അബി ദോട ആകെ ബടി ഹി തീ കുറച്ച് നീങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നീങ്ങിയ സമയത്ത് കുസും കാ ബേട്ട് ബി ഉദർസെ ഗുംത ഗാംത ആകയ, കുസുമത്തിൻ്റെ മകൻ ഉദർസെ അവിടെ നിന്ന് ഗുംത ഗാംത ആകയ, അതിൽ കൂടെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചാരും സഹേലിയ കുയേംസെ അബി ദോട ആകെ ബടി ഹി തീ कि कुसुम का बेटा भी उधर से घूमता घामता आ गया. അതായത് 4 ഫ്രണ്ട്സും കിണറിൽ നിന്ന് വെള്ളമെടുത്തിട്ട് കുറച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് കുസുമത്തിൻ്റെ മകൻ ആ വഴി വന്നത്. വ ദിഖ്നേമേ ബിൽക്കുൽ സീതാ സാധാ ലഗ്രഹാത്ത, അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവനെന്താണ്, ഒരു സാധാരണ കുട്ടിയാണ്. ഉസേ ദേക്കുകർ കുസും ബോലി, അവനെ കണ്ടപ്പോൾ കുസും പറഞ്ഞു, ബഹൻ യഹി മേരാ ബേട്ട ഹേ, ഇതാണ് എൻ്റെ മകൻ. തബി കുസും കാ ബേട്ട ഉസ്കെ പാസായ, അപ്പോഴേക്കും കുസുമത്തിൻ്റെ മകൻ എന്ത് ചെയ്തു, അവളുടെ അടുത്തേക്ക് വന്നു. ഔർ അപ്പനി മാംസെ ബോല, എന്നിട്ട് തൻ്റെ അമ്മയോട് പറഞ്ഞു, മാം ലാവോ മേ ഗഡാ ഘർ പഹുഞ്ചാതും, തരൂ ഞാൻ ഈ കുടം വെള്ളം വീട്ടിലെത്തിക്കാം. കുസും ബോലി, രഹ്നേദേ ബേട്ട മേ ലേ ജാവുങ്കി, വേണ്ട മോനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. उसके मना करने पर भी माम के सिर से पानी का गड़ा उतार कर उसने अपने सिर पर रख लिया. उसके मना करने पर भी, അവള് കുസും മനാ കർണേ പർ ബി, വേണ്ട എന്ന് വിലക്കെങ്കിൽ കൂടിയും എന്ത് ചെയ്തു, പാനിക്ക ഗഡ ഉതാർക്കർ അല്ലേ, പാനിക്ക ഗഡ വെള്ളം നിറച്ച ആ കുടം ഉതാർക്കർ ഇറക്കിയിട്ട് അപ്പനെ സിർപ്പർ ലഖ്ലിയ, ആ ആൺകുട്ടി എന്ത് ചെയ്തു, തൻ്റെ തലയിൽ വെച്ചു. അവർ ഗർക്കി ഓർ ചൽപ്പട, എന്നിട്ട് വീട്ടിലേക്ക് അവൻ നടന്നു. കുസും കി തീനും സഹേലിയാം ഉസേ ദേഖ്തി രേഗയി, കുസുമത്തിൻ്റെ ഈ 3 ഫ്രണ്ട്സും അത് കാണുന്നുണ്ടായിരുന്നു. ദൂർ ഘാട്ട് ബിച്ചായ ഏക് ബൂഢി മഹിള ബൈട്ടി തീ, ദൂരെ ഒരു ഘാട്ട് ബിച്ചായ, ഒരു കട്ടിൽ ഇട്ടിട്ട് അതിന് മുകളിലൊരു ബൂഢി മഹിള ബൈട്ടി തീ, ഒരു വൃദ്ധയായ സ്ത്രീ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വോ വഹീംസെ, അവർ ആ ഇരിക്കുന്നിടത്ത് നിന്ന് ബോൽപടി വിളിച്ചു പറഞ്ഞു. എന്താ പറയുന്നത്, അരേ ദേഖ്തി ക്യാ ഹോ, എന്താ നിങ്ങൾ കാണുന്നുണ്ടോ, യഹി സച്ചാ ഹീറ ഹേ, ഇവനാണ് ഏറ്റവും നല്ല ഹീര അല്ലേ, ഇവനാണ് നമ്മുടെ വജ്രമുത്ത്, നമ്മുടെ മുത്ത് ഇവനാണ്. ഉസ് ബൂഢി മഹിള കി ബാത് സുൻകർ വിമല കമല ഒരു രാധ കാ ഗമണ്ട് ചൂർ ഗയ. ഉസ് ബൂഢി മഹിള കി ബാത് സുൻകർ, ആ വൃദ്ധയായ സ്ത്രീയുടെ
സംസാരം കേട്ടപ്പോൾ ബിമലയും കമലയും രാധയും അവരുടെ ഗമണ്ട് അഹങ്കാരം എന്ത് ചെയ്തു, ചൂർ ഹോ ഗയ, ഒന്ന് കുറഞ്ഞു. ബൂഢി മഹിളാനെ ബിൽക്കുൽ സച്ച് ഔർ സഹി ബാത് കഹി തി. ബൂഢി മഹിള ബിൽക്കുൽ സച്ച്, ഒരു വൃദ്ധയായ സ്ത്രീ സത്യമായിട്ടും സഹി ബാത് കഹി തി, ശരിയായ കാര്യമാണ് അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഇവനാണ് ഏറ്റവും വലിയ മുത്ത്, അല്ലേ, ഹീറ. അച്ചി സന്താൻ ഹി, ഇനി എന്താ അവർ പറയുന്നത്? അച്ചി സന്താൻ ഹി, നല്ല സന്താൻ. സന്താൻ മീൻസ് പുത്രൻ. ഹി, നല്ല പുത്രൻ തന്നെയാണ്. സബ്സെ ബഡി സമ്പത്തി ഹോത്തി ഹെ, ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ സബ്സെ ബഡ സമ്പത്തി ക്യാ ഹെ? ഏറ്റവും വലിയ സമ്പത്ത് പറഞ്ഞാൽ എന്താണ്? സച്ച പുത്ര ഹെ, നല്ല പുത്രന്മാരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അർത്ഥാത്, അതിനർത്ഥം എന്താണ്? സച്ച ഹീറ വഹി ഹെ, ശരിയായ ഹീറ, വജ്രം എന്ന് പറഞ്ഞാൽ അവനാണ്. ജോ അപ്പനെ മാതാപിതാക്കി സേവ കർത്താ ഹെ, ആരാണോ തങ്ങളുടെ മാതാപിതാക്കന്മാരെ സേവ കർത്തി ഹെ, അനുസരിക്കുന്നത്, അവനാണ് ഏറ്റവും വലിയ ഹീറ. ഓക്കെ, അവനാണ് ഏറ്റവും വലിയ നല്ല സമ്പത്ത്, അല്ലേ. ഹം സബ്കോ അപ്പനെ മാതാപിതാക്കി സേവ കർണ ചാഹിയെ, നമ്മളെല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മക്കളാവാനാണ് നമ്മളെല്ലാം പ്രയത്നിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന, നമ്മുടെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണെന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, आज की कक्षा में हम समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.